ഇന്ന് ഞാനേ എൻ്റെ മോളുടെ ഹെയർ കെയർ വീഡിയോ ആണ് കാണിക്കണത്. നാളൊരു കമൻറ്റിൽ കണ്ടു കുട്ടികൾക്ക് തലയിൽ തേക്കാൻ പറ്റിയ ഹെയർ കെയർ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു താളി ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി ഇല, ആര്യവേപ്പിൻ്റെ ഇല, മൈലാഞ്ചിയുടെ ഇല, പനിക്കൂർക്കയുടെ ഇല ഇത്രയും എടുത്ത് ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ട് അലക്കല്ലുമിട്ട് അരയ്ക്കുക കേട്ടോ. അലക്കല്ലും അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത്, ഇത് നന്നായിട്ട് അരഞ്ഞു വരാൻ സമയമെടുക്കും. അതിൻ്റെ നീര് നമുക്ക് വേഗം കിട്ടും, പക്ഷേ ഇലകൾ അരഞ്ഞു വരാണ്ട് ഇത്തിരി സമയം എടുക്കും കേട്ടോ. ഇത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ കഫക്കെട്ട്, തണുപ്പടിച്ച കഫക്കെട്ട് വരുന്ന പിള്ളേർക്കൊന്നും തേക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് തലയ്ക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. എൻ്റെ മോൾക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനിത് 2-3 ആഴ്ച കൂടുമ്പോഴൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. 6 വയസ്സിന് മുകളിലുള്ള പിള്ളേരൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കൊച്ചുകുട്ടികളൊന്നും ഇത് ഉപയോഗിക്കണ്ട. അപ്പോൾ അങ്ങനെ തേച്ച് അതൊന്ന് അരയാൻ വേണ്ടി ഞാൻ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചു. എന്നിട്ട് അതിനകത്ത് തൈര് ചേർത്ത് നല്ല പേസ്റ്റ് പരുവാക്കിയിട്ട് ഞാനത് എൻ്റെ മോളുടെ തലയിൽ തന്നെ തേച്ച് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അതിന് നല്ലൊരു വൃത്തികെട്ട മണമുണ്ട്, ആ ഉലുവ അരച്ചത് കൊണ്ടാണ്. അപ്പോൾ ആൾ മൂക്ക് പൊത്തി പിടിക്കുന്നുണ്ട് കേട്ടോ. ആളുടെ തലയിൽ എപ്പോൾ തേക്കാൻ ആൾക്ക് ഇഷ്ടമില്ല തേക്കാനുണ്ട്, പക്ഷെ ഞാനത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ മൂക്ക് പൊത്തി പിടിച്ചേക്കാണ് കേട്ടോ. കൊച്ചു കുട്ടികൾക്കൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ചിലപ്പോൾ പനിയൊക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തേച്ച് മുടിയുടെ ഉള്ളിലും എല്ലാത്തിലും വിടവുകളിലൊക്കെ എടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അരമണിക്കൂർ വെച്ചാലേ അതിന് കാര്യമുള്ളൂ. അരമണിക്കൂർ വെച്ച് കഴിഞ്ഞ് അതൊന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ്. ഷാമ്പു ഉപയോഗിക്കുന്നത് ചിലർ പറഞ്ഞു, പക്ഷേ ഷാമ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കുട്ടികളല്ലേ, വെറുതെ നല്ല നോർമൽ വാട്ടറിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളൂ. അതിൻ്റെ നാരൊക്കെ തലയിലിരിക്കണ്ടാവും, പക്ഷെ അതൊന്നും പ്രശ്നമില്ല. ചെമ്പരത്തി ഇലയൊക്കെ അല്ലേ. അപ്പോൾ അതേ കുളി കഴിഞ്ഞിട്ടുള്ള ആ മുടിയാണ് കേട്ടോ കാണുന്നത്. ചെറിയൊരു നാരൊക്കെ ഉണ്ട്, അത് ഇരി കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും കുട്ടികളുടെ തലയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.